മനസാക്ഷിയെ ഞെട്ടിച്ചും കണ്ണീരിലാഴ്ത്തിയും നടന്ന ദുരന്തങ്ങളുടെ ചരിത്രശേഷിപ്പുകളുടെ അവസാനത്തിന് വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് പട്ടാമ്പിയിലെ സ്ക്രാപ്പ് വ്യാപാര മേഖല. കോയമ്പത്തൂർ അവിനാശിയിൽ 19 പേരുടെ മരണത്തിനിടയാക്കിയ KSRTC ബസ്സാണിപ്പോൾ പൊളിക്കുവാനായി പട്ടാമ്പിയിലെത്തിച്ചത്. സംസ്ഥാനത്തെ ഞെട്ടിച്ച കോയമ്പത്തൂർ അവിനാശി ബസ് അപകടത്തിൽ 19 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തമിഴ്നാട് തിരുപ്പൂരിലെ അവിനാശിയിൽ KSRTC ബസ് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. കേരളത്തെ കണ്ണീരിലാഴ്ത്തി നടക്കുന്ന സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട ബസ്സാണിപ്പോൾ പട്ടാമ്പിയിലെത്തിച്ച് പൊളിക്കുന്നത്. 48 യാത്രക്കാരുമായി ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് വരുന്ന KSRTCയുടെ RS 784 നമ്പർ ബംഗളൂരു എറണാകുളം വോൾവോ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന നിയന്ത്രണം വിട്ടു ഡിവൈഡറിൽ ഇടിച്ച ലോറിയിൽ നിന്നും റോഡിലേക്ക് വീണ കണ്ടെയ്നറിലേക്ക് KSRTC ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ബസിന്റെ വലതുഭാഗത്തിരുന്ന ഡ്രൈവറും കണ്ടക്ടർ ഉൾപ്പെടെ 19 പേരാണ് മരിച്ചത്. അപകടത്തിൽ ഒറ്റപ്പാലം, തിരുവേഗപ്പുറ സ്വദേശികളും മരണപ്പെട്ടു. 2020 ഫെബ്രുവരി 20-നുണ്ടായ അപകടത്തിൽപ്പെട്ട ബസ്സാണ് 6 വർഷത്തിനു ശേഷം പൊളിക്കുന്നത്. എടപ്പാൾ ഡിപ്പോയിൽ നിന്ന് പട്ടാമ്പി വാടാനാംകുറിശ്ശിയിലെ കാജ, കരീം, നവാസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള KGN ജനറൽ ട്രേഡിംഗ് കമ്പനിയാണ് ലേലത്തിൽ ബസ്സുകൾ എടുത്തത്. നിലവിൽ പട്ടാമ്പിക്കടുത്ത് കണ്ണന്നൂരിലെ ഒഴിഞ്ഞ പറമ്പിലാണ് ബസ് പൊളിക്കുന്നതിനായി എത്തിച്ചത്. ഈ ബസ്സിനു പുറമെ ഉപയോഗമില്ലാത്ത വേറെയും KSRTC ബസ്സുകൾ പൊളിക്കുന്നതിനായി കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ 21 പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാന ദുരന്തത്തിലെ എയർ ഇന്ത്യ വിമാനവും പട്ടാമ്പി ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രത്തിലെത്തിച്ചാണ് പൊളിച്ചത്. ബസ് പൂർണ്ണമായും പൊളിക്കുന്നതോടെ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു ദുരന്ത ചരിത്രത്തിന്റെ ബാക്കിപത്രം കൂടെ ഓർമ്മയാകും. അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.